ഇന്നിതാ നോക്കിക്കേ, പപ്പരയ്ക്ക. ഇതിൻ്റെ പകുതി ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് മെഴുക്കുരുട്ടി വെച്ചായിരുന്നു. ഇതിൻ്റെ പകുതിയാണിത്. ഇതും രണ്ട് വൻപയർ. ഇത്രയും വേണ്ട, ഞാനിത് നേരത്തെ വെള്ളത്തിലിട്ടിരുന്നതാണ് വേറൊരു സംഭവം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് പറ്റിയില്ല. ഇതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ, കാരണം ഓമയ്ക്ക ഇത്രയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ പകുതി എടുക്കും. ഞാനിത് വെള്ളത്തിലിട്ട് കുതിർത്തൊക്കെ വെച്ചിരുന്നതാണ്. ഇത് പിന്നെ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി ഇതിൻ്റെ പകുതിയും കൂടി എടുക്കും. നമുക്കിത് ഒരു പപ്പരയ്ക്ക കൊണ്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കാം. ഞാനിപ്പോൾ പപ്പരയ്ക്ക തൊലി കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഷ്ണങ്ങളാക്കി അരിയണം. നമുക്ക് ആദ്യം വൻപയർ കുക്കറിലിട്ടൊന്ന് വേവിക്കാം. നന്നായിട്ട് കുതിർന്നതാണ്, എന്നാലും നമുക്ക് ഒരു 2 വിസിൽ അടുപ്പിക്കാം. കാരണം നമുക്ക് ഓമയ്ക്ക പെട്ടെന്ന് വേവും, അത് കാരണം നമുക്കത് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം വൻപയർ ഒരു 2 വിസിൽ കഴിഞ്ഞ് നമുക്ക് ഓമയ്ക്ക ഇടാം. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് അല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാം. ഓമയ്ക്ക നമ്മൾ ഓമയ്ക്ക എന്നും പറയാം, പപ്പരയ്ക്ക എന്നും പറയാം. പപ്പരയ്ക്ക ഈ ഇത്രയും വലിപ്പത്തിൽ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഓമയ്ക്ക എന്നാണ് പറയുന്നത്, മാന്നാറൊക്കെ. കണ്ട വലിപ്പത്തിൽ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വൻപയർ ഒന്ന് 2 വിസിൽ വന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിതും കൂടെ അതിലേക്ക് ഇടാം. വൻപയർ ഒരു പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ഈ പപ്പരയ്ക്കയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് അത് വെന്തോളും. ശകലം വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം. ശകലം ഉപ്പിടുക. നമ്മൾ വൻപയറിന് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ ലാസ്റ്റ് പിന്നെ നമ്മൾ നോക്കുമല്ലോ, അപ്പോൾ ഇടുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിടണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിത് വീണ്ടും അടച്ച് വേവിക്കാം. ഇച്ചിരി പപ്പരയ്ക്ക ഇച്ചിരി വലുപ്പത്തിൽ അരിഞ്ഞത് കൊണ്ട് ഞാൻ 2 വിസിൽ വെക്കുവേ. അപ്പോൾ 2 വിസിൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുറന്നു നോക്കാം. ഞാനിത് അടുപ്പത്തോട്ട് വെച്ചപ്പോൾ ഞാൻ പപ്പരയ്ക്കയുടെ കൂടെ ഒരു പച്ചമുളക് ഇട്ടായിരുന്നേ. ഞാനത് പറഞ്ഞില്ലായിരുന്നു. ഒരു പച്ചമുളക്. ഇതാണെങ്കിൽ ഭയങ്കര എരിവാണ് ഈ പച്ചമുളകിന്. അത് കാരണം ഒരെണ്ണം ഇട്ടിട്ടുള്ളേ. അതിന്റെ കൂട്ടത്തിൽ ഒരു എരിവിന് വേണ്ടി ഇട്ടെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് തേങ്ങ അരയ്ക്കണം. കുറച്ച് തേങ്ങ മതി അരയ്ക്കാൻ. പക്ഷെ നമുക്ക് ഇതിനകത്ത് വറുത്തിടുമല്ലോ, എരിശ്ശേരിക്ക് നമ്മൾ വറുത്തിടാറുണ്ടല്ലോ. അപ്പൊ വറുത്തിടുമ്പോൾ നമ്മൾ ഇച്ചിരി ഏറെ വേണം, അതിലാണ് സ്വാദ്. എന്നപ്പോൾ തേങ്ങ അരച്ചോണ്ട് വരാൻ ഒരു 3-4 ചുമന്നുള്ളി, അല്പം ജീരക പൊടിയായിട്ട് എൻ്റെ കയ്യിലുള്ളായിരുന്നു. അതുകൊണ്ട് അതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. തേങ്ങ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ വെക്കാം. അത് 1 വിസിലേ വന്നിട്ടുള്ളൂ. 1 വിസിലൂടെ വന്നിട്ട് ഞാനത് ഓഫ് ചെയ്യും. പിന്നെ നമുക്ക് ഈ തേങ്ങ ഒന്ന് വറക്കുകയും കൂടെ ചെയ്യാം. എല്ലാം റെഡിയാക്കി വെക്കാം അത് വേവുമ്പോഴത്തേക്ക്. അപ്പം പപ്പരയ്ക്ക് 2 വിസിൽ വന്ന് ഞാനത് മാറ്റി വെച്ചു. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറക്കാം. അതിനൊക്കെ ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം. തേങ്ങ വറക്കാം. അരക്കാൻ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ തേങ്ങ വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ വറക്കുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം, ഇല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. ഒരുപാടങ്ങ് കരിയരുത്, അപ്പം കരിഞ്ഞ് ചോവ് വരും. നമ്മൾ ഒരു ചെറിയ ഡാർക്ക് ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങാം. വേണ്ട, ഇത്രയും മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കാം. കാരണം ഇതിൽ തന്നെ ഇരുന്നാൽ ഒന്നുകൂടെ ചൂടായിട്ട് കരിയോ എല്ലാം ചെയ്യും. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി വെക്കുകയാണേ. നമ്മുടെ മറ്റേ അതിൻ്റെ ചൂടൊക്കെ മാറി അപ്പോൾ ഇത് നമുക്ക് തുറക്കാവുന്ന അവസ്ഥയിലായിട്ടുണ്ട്. ഞാൻ കുക്കറൊന്ന് തുറക്കട്ടെ. വേറൊരു കടായി എടുത്ത് വെച്ചു. അതിലേക്ക്
കുക്കറിൽ നിന്ന് വെന്ത കഷ്ണം എല്ലാം കൂടെ എടുത്ത് അതിലേക്ക് ഇട്ടു. ഇനി നമ്മൾ ആ കഷ്ണത്തിലേക്ക് അരച്ചു വെച്ച തേങ്ങ ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് വറ്റിക്കഴിയുമ്പോൾ തേങ്ങയല്ല വെള്ളം ഒന്ന് വറ്റിക്കഴിയുമ്പോൾ നമുക്ക് വറുത്ത തേങ്ങ ഇടാം. നമുക്ക് ശർക്കര ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ച് ഒന്ന് ഉടയ്ക്കും. ഇനി നമുക്കിതിലേക്ക് തേങ്ങ വറുത്തത് ഇടാം. തേങ്ങ വറുത്തത് അതിലേക്ക് ഇട്ട് നന്നായിട്ടങ്ങ് ഇളക്കുക. ഉപ്പൊക്കെ ഞാൻ നോക്കി, ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. നമുക്കിതിലേക്ക് കടുക് വറുത്തിടാമേ. ഞാൻ ആ തേങ്ങ വറുത്ത ആ പാൻ തന്നെ അങ്ങ് എടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക് തീ ഓഫ് ചെയ്തു, കറിവേപ്പില. അതിനകത്ത് ഇളക്കി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചാൽ മതി. കറിയിലേക്ക് ഒഴിച്ചു. കറി നന്നായി ഇളക്കി നമ്മുടെ എരിശ്ശേരി റെഡിയായി. ഇത് നമ്മുടെ പപ്പരക്ക എരിശ്ശേരി റെഡിയായി. ഇത് എല്ലാ ഗുണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പപ്പരക്കയുടെ ഗുണമൊന്നും നമ്മളിനി പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യങ്ങളില്ല. അതറിയാൻ വയ്യാത്തവരാരാ ഉള്ളത്. എരിശ്ശേരിയായിട്ട് കൂട്ടാം, മെഴുക്കുരട്ടിയായിട്ട് കൂട്ടാം, പച്ചടിയായിട്ട് കൂട്ടാം, തോരനായിട്ട് കൂട്ടാം. എല്ലാ സാധനവും അടിപൊളിയാണ്. നോക്കിക്കേ, അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ, സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു തരണേ. താങ്ക് യു.